അപ്പോൾ ഇന്ന് നോമ്പ് തുറക്ക് ഞാൻ പഴംപൊരിയും ബീഫും പുട്ടുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ചട്ടി കഴുകിയിട്ട് എനിക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ അടിയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഞാൻ ഒരു ചെറിയ തക്കാളി കട്ടാക്കിയതും 2 പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും വലിയ ജീരകം ചതച്ചതുമാണ് കേട്ടോ. പിന്നെ 10-11 ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ സവാള കട്ടാക്കിയതും കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ പൊടികളായിട്ട് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം കേട്ടോ ഇടുന്നുള്ളൂ. വേറെ കുരുമുളകും ഗരം മസാലയൊന്നും ഇടുന്നില്ല. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം പാർന്നിട്ട് വേവിക്കാൻ കേട്ടോ. ഇത് വെള്ളത്തിലേക്ക് ഞാൻ മസാല കലർത്തണില്ല കേട്ടോ. മസാല ഞാൻ ഇറച്ചിയുടെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഉലുവടാത്ത ഓർമ്മ കേട്ടോ. അപ്പോൾ ലേശം ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കത്തിക്കുകയാണ്. ഞാനൊരു 12 മണിക്കൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ അത് തുറന്ന് നോക്കുന്നത് ഞാനൊരു 5 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഞാൻ പഴംപൊരി പൊരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മസാല ഉണ്ടാക്കാൻ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂണ് അരിപ്പൊടിയും പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് തൈരും പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ചേർത്തിട്ടൊന്നുകൊണ്ട് നല്ല മിക്സ് ചെയ്തിട്ടൊന്ന് വെള്ളം പാർന്നിട്ട് കലക്കി കട്ട ഉടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ചേർത്തിട്ടൊന്ന് പഴംപൊരി ഉണ്ടാക്കി വെക്കണം. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ, നല്ല സോഫ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇത് മാവൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതിന് ഞാൻ പുട്ടിന് പൊടി എടുക്കുകയാണ്. അപ്പം അതിലേക്ക് ഉപ്പും പാകത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുഴച്ച് മാറ്റി വെക്കുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി എണ്ണ പാർന്ന് ഇനി പഴം പൊരിച്ചെടുക്കുകയാണ്. അപ്പം പഴംപൊരി തോനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പഴംപൊരി പൊരിച്ചത് സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പുട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അതിൽ ലേശം തേങ്ങ ഇട്ടെടുത്ത് ഇങ്ങോട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ പുട്ടും കുറ്റിയിൽ ഇടുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പുട്ടും റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ളതാണ്. അപ്പോൾ പുട്ടും ബീഫും പഴംപൊരിയാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിഭവങ്ങൾ.